19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിന് സമാനമായ ഓപ്പർച്യൂണിറ്റീസാണ് മുസ്ലിം സമുദായത്തിന് 20th സെഞ്ച്വറിയുടെ അവസാനം കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകളും ഈ പറഞ്ഞ പോലെയാണ്. മറ്റേത് ആധുനിക വിദ്യാലയങ്ങളിലേക്ക് പോകണമെങ്കിൽ ആധുനിക വസ്ത്രധാരണം ധരിച്ച് ദേഹം മൂടി പോകണം. അതിന് തയ്യാറായിട്ട് തന്നെയാണ് ആ സ്ത്രീകൾ. പക്ഷേ ഈ വേഷം ഇത്ര ആധുനികമായിട്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പറഞ്ഞ് നിങ്ങൾ 6ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ വാദം ഇവർ തന്നെ പൊളിക്കുന്നത് ഇങ്ങനെയാണ്. വസ്ത്രം കൂടിക്കൂടി വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ആധുനികമാകുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വസ്ത്രം ധരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും ഇതുപോലുള്ള ഉന്നതിയും കാണേണ്ടത് എവിടെയാണ്? അതിപ്പോൾ അഫ്ഗാനിസ്ഥാനിലല്ലേ? അവിടെ അതാണോ കാണുന്നത്? അതിന് താല്പര്യമുള്ള ആളുകളെ പോലും അതിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? അവിടെയാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് വെറും വസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു തുണി മാത്രമല്ല, അതൊരു മറ നിയമമാണ്. സ്ത്രീകൾ പുറത്തേ ഇറങ്ങാൻ പാടില്ല, പഠിക്കാനേ പാടില്ല.